ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ 2025 കർത്തർ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവമക്കളുമായി ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ, ചിന്തിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ സകല മഹത്വവും എൻ്റെ ദൈവത്തിന് നൽകുകയാണ്. ഈ ഒരാഴ്ച കാലം എല്ലാ പ്രിയപ്പെട്ടവരെയും, ഞങ്ങളെയും എന്നെയും എൻ്റെ കുടുംബത്തെ ഒക്കെ ദൈവം കാത്തു പരിപാലിച്ചു. ആയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുകയാണ്. ഈ അന്ത്യകാലഘട്ടത്തിൽ 2025 എന്ത് സംഭവിക്കും, എങ്ങനെയൊക്കെയാണ് ദൈവം കാര്യങ്ങൾ നിർണയിച്ചിരിക്കുന്നതെന്ന് ആരുടെ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ആയതുകൊണ്ട് തന്നെ ഈ സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാം ശ്രമിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, 2024 2025 നാം പ്രാർത്ഥിക്കുന്നവരായി തീരണം. നാം ദൈവമായിട്ട് എത്രത്തോളം നമുക്ക് ഇഴുകിച്ചേരുവാനായിട്ട് കഴിയും, അത്രത്തോളം നമ്മൾ ഇഴുകിച്ചേരണം. പൗലൂസ് പറയുന്നു, നിങ്ങൾ കേൾക്കുന്ന ദൈവവചനം അത് ഒരിക്കലും ഒഴുകിപ്പോകാതിരിപ്പാൻ അതീവ ശ്രദ്ധയോടെ അത് കേട്ട് നിങ്ങൾ കരുതിക്കൊള്ളണം. കാരണം നിങ്ങളെ ജീവിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാ സഹോദരങ്ങളെ. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നത്തെ ഈ കർത്തൃ ദിവസത്തിൻ്റെ പ്രഭാത ധ്യാനത്തിനായി ഒരു വേദഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. 1 തീമോഥെയോസ് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, ഇതു വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവത്തോട് ഈ വചനം ദൈവാത്മാവ് നമ്മളോട് കൃത്യമായി സംസാരിക്കേണ്ടതിനായി കണ്ണുകളെ അടച്ച് നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട 2025 ഈ കർത്തൃ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ കർത്താവേ, സ്വർഗീയ സന്ദേശമെന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാമിൽ അവിടുത്തെ സന്ദേശവുമായി നിൽക്കുവാൻ ഏഴയാകുന്ന അടിയന് നൽകിയ ഭാഗ്യത്തിനായി അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ ഒരാഴ്ച കാലം ഞങ്ങളെ എല്ലാവരെയും ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, അടിയൻ്റെ കുടുംബത്തെയും, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കള് എല്ലാവരെയും ദൈവം കാത്തു പരിപാലിച്ചപ്പാ. യേശുവേ, ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്തൃ ദിവസത്തിൻ്റെ പ്രഭാതം കാണുവാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നപ്പാ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കേൾക്കുന്ന ദൈവവചനം അതുപോലെ
ഹൃദയത്തിൻ്റെ പലകയിൽ ആണികൊണ്ട് നിറയ്ക്കപ്പെടുവാൻ ഈ പുതിയ വർഷത്തിൽ കർത്താവേ ഇതിനെയെല്ലാം വിട്ടുകളയണം, ഇതിനെയെല്ലാം ഹൃദയത്തിനകത്ത് സൂക്ഷിച്ച് മുൻപോട്ട് പോകണമെന്ന് ഹല്ലേലൂയ ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനങ്ങളെ ദൈവം ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വചനത്തിന് വിരോധമായി വ്യാപരിക്കുന്ന, വചനം കേട്ട് ദൈവജനം അനുഗ്രഹിക്കപ്പെടുവാൻ തടസ്സപ്പെടുത്തുന്ന എല്ലാ പ്രതികൂലങ്ങളെയും യേശുവിൻ നാമത്തിൽ മാറിപ്പോകുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ ഞങ്ങളെല്ലാവരെയും സൂക്ഷിക്കണം. ഒരിക്കൽ കൂടെ ഒരു പ്രഭാതത്തിൽ അവിടുത്തെ വചനങ്ങളെ ദൈവമേ ധ്യാനിപ്പാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. അത്ഭുതം ചെയ്ത ദൈവത്തിന് മഹത്വം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. അപ്പോസ്തലനായ പൗലോസ് തീമത്യോസിന് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 6-ാം അധ്യായം 11-12 വാക്യത്തിൽ വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുകയാണ്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. അപ്പോൾ ഇവിടെ ആദ്യ പ്രാരംഭത്തിൽ തന്നെ പൗലോസ് തീമത്യോസിന് ലേഖനം എഴുതുമ്പോൾ അവിടെ തീമത്യോസിന്റെ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നു, ആമേൻ, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, ഇത് വിട്ടോടി. അപ്പോൾ ഇവിടെ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ പ്രപഞ്ചത്തിലെ ദൈവം സൃഷ്ടിച്ച സകല മനുഷ്യരോടും ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. അതിൻ്റെ അർത്ഥം ഈ ലോകത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണെന്ന് ആ വചനത്തിൻ്റെ വ്യാഖ്യാനം. ദൈവത്തിൻ്റെ സകല മക്കളും ആമേൻ കേൾക്കുന്നതിന് വേണ്ടി ആമേൻ പൗലോസ് തീമത്യോസിന് എഴുതുന്ന ഒരു ദൈവിക സന്ദേശമാണിത്. അതിൽ പറയുന്നത്, ഇത് വിട്ടോടി. എന്തൊക്കെ വിട്ടോടണമെന്ന് പറയുകയാണ്. പൗലോസ് മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ എഴുതി, പാപവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. 12-ാം വാക്യത്തിൽ നമുക്കത് അധ്യായത്തിൽ അത് കാണാൻ കഴിയും. ആമേൻ. പാപവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഹല്ലേലൂയ. ഇവിടെ ഇത് വിട്ടോടി, അതുകൊണ്ടാണ് ഞാൻ അതിനെ ഒന്ന് ടച്ച് ചെയ്തത്. ആമേൻ. ഇത് വിട്ടോടി. നമ്മുടെ ഇന്നിരിക്കുന്ന സകല ദൈവഹിതമില്ലാത്ത ജഡത്തിലെ മോഹങ്ങളും പ്രവൃത്തികളും എല്ലാം വിട്ടുകളഞ്ഞിട്ട് നിങ്ങൾ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഓടണമെന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. എന്താണ് വിട്ടോടി? നിങ്ങൾ ചെയ്യേണ്ടത് നീതിയുള്ളവരായി തീരണം, നീതി പ്രവൃത്തികൾ ചെയ്യുന്നതായി തീരണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൽ ഹല്ലേലൂയ, നീതിമാൻ ഒരിക്കലും വിശന്നിരിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. നീതിമാന്റെ ഭവനത്തെ ദൈവം അനുഗ്രഹിക്കും, തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. നീതിയുള്ള മക്കളായി തീരണം. ഹല്ലേലൂയ. ദൈവം അനേകർക്ക് നീതി പ്രവർത്തികൾ ചെയ്ത ദൈവമാണ്. ആയതുകൊണ്ട് പറയുന്നു, ഒന്നാമതായി നമ്മെ നീതിയുള്ള മക്കളായി തീരണം. 2, ഭക്തി ഉള്ളവരായി തീരണം. ഭക്തിക്കൊത്ത ജീവിതം നയിക്കണം. ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ദൈവഭക്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം ദൈവഭക്തിയുള്ള വ്യക്തിത്വത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രാധാന്യം എന്താണ്. ഇയ്യോബിൻ്റെ ജീവിതം നിങ്ങൾക്കറിയാം. ആമേൻ, ആമേൻ. അവൻ ദൈവഭക്തനും ദോഷം ചെയ്യാത്തവനും ഹല്ലേലൂയ ഒരു ദുഷ്ടപ്രവൃത്തികൾ ചെയ്യാത്തൊരു മനുഷ്യനായിരുന്നു. അവൻ നീതിമാൻ, നിഷ്കളങ്കൻ, ദോഷമിട്ട് അകലുന്നവൻ ദൈവഭക്തനായിരുന്നു. ദൈവഭക്തിക്ക് വേണ്ടറ്റി ഉണ്ട്. അവൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ദൈവഭക്തി, ആമേൻ, ദോഷപ്രവൃത്തികൾ ഇതൊന്നും ചെയ്യാതെ ദൈവഭക്തിയെ മുറുകെ പിടിച്ച ഒറ്റ കാരണത്താൽ മരണത്തിൻ്റെ വാശ്യങ്ങൾ അവനെ ചുറ്റി. പ്രശ്നങ്ങളുടെ നടുവിൽ അവൻ മരിപ്പാറായപ്പോൾ പ്രിയപ്പെട്ടവരും സഹപ്രവർത്തകരും എല്ലാവരും ഇത് കണ്ടിട്ട് ഹല്ലേലൂയ കാണാത്തതുപോലെ പോയപ്പോഴും ഇയ്യോബ് ദൈവഭക്തിയെ മുറുകെ പിടിച്ചതുകൊണ്ട് ഇരട്ടിയായി ദൈവം അനുഗ്രഹിച്ചു. ദൈവഭക്തി ഉള്ളവരായി തീരണം. ദൈവത്തിൻ്റെ ഭക്തിയെ ദൈവഭക്തയായി നമ്മൾ ജീവിക്കുമ്പോൾ ഏത് പ്രതികൂലം വന്നാലും ഇയ്യോബിനെ പോലെ ദൈവത്തെ തള്ളിപ്പറയല്ല സഹോദരങ്ങളെ. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മൾ നിന്ദിച്ച് പറയാൻ തയ്യാറാകരുത്. ദൈവത്തിന് നമ്മൾ വേണ്ടെന്ന് പറയരുത്. ദൈവത്തിന് ഹിതമില്ലാത്ത ഒരു വാക്കും ദൈവമക്കളുടെ വായിൽ നിന്ന് ഉരുവായി പുറത്തു വരരുത്. ഹല്ലേലൂയ. ദൈവഭക്തിയെ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ദൈവഭക്തനായ പുരുഷൻ ഭാഗ്യവാൻ, അവൻ അനുഗ്രഹിക്കപ്പെടുന്നവനാണെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ഏത് പ്രചനത്തിൻ്റെ നടുവിലും നമ്മളായിരിക്കുമ്പോൾ നമ്മളൊരു ദൈവ പൈതലാണെന്ന ആ നല്ല ഒരു ഉൾക്കാഴ്ച
ആ ഒരു ധാർമ്മിക ബോധം നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവഭക്തിയിൽ വിരോധമായി, ദൈവഭക്തിക്ക് വിരോധമായി എവിടെയെങ്കിലും എന്തെങ്കിലും പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ നിന്നെല്ലാം നമ്മൾ ഓടി ഒളിക്കേണ്ടി വരും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദൈവഭക്തിയെ നമ്മൾ രണ്ടാമതായി മുറുകെ പിടിക്കണം. ഓ ഹല്ലേലൂയ. മൂന്നാമതായി അവിടെ പറയുന്നു വിശ്വാസം. ഹല്ലേലൂയ. വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ആത്മീക ഗോളത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക ഘടകമാണ് വിശ്വാസം. ഹല്ലേലൂയ. ആമേൻ. എബ്രായ ലേഖനത്തിൽ പൗലോസ് 11-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. വിശ്വാസത്തിനൊരു പ്രത്യേകതയുണ്ട്. വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തിൽ അടയാളങ്ങൾ നടക്കും. ഓ ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ എൻ്റെ കർത്താവ് കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനമുണ്ട്. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവരാരൊക്കെയാണോ അവരുടെ ജീവിതത്തിൽ അടയാളങ്ങൾ നടക്കുക. എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. ഹല്ലേലൂയ. മരണകരമായി അവർക്ക് എന്തൊക്കെ പ്രതിസന്ധി വന്നാൽ അവർ നശിച്ചു പോകത്തില്ല എന്ന് വേദപുസ്തകം പറയുന്നു. പ്രിയതേ, വിശ്വാസം, നമ്മുടെ വിശ്വാസ ജീവിതമാണ് ആത്മീക ഗോളത്തിൽ ഏറ്റവും പ്രധാനം. ഹല്ലേലൂയ. നമ്മളെ ദൈവം സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നു, നിങ്ങളെ വിശ്വസ്തരെന്നെണ്ണി ദൈവം ആ ശുശ്രൂഷയ്ക്കാക്കി വെച്ചിരിക്കുകയാണ്. വിശുദ്ധ വിളി കൊണ്ട് നിങ്ങളെ വിളിച്ച് ശുശ്രൂഷയ്ക്കാക്കി വെച്ചിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മളാ വിശ്വസ്തരെന്നെണ്ണിയ വിശുദ്ധ ബൈബിൾ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. അത് ഒരു വിശ്വാസിയായാലും മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ട വ്യക്തിയായാൽ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് വിശ്വസ്തരെന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ വിശ്വസ്തനായ ദൈവം വിശ്വസ്തരായി നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ നമ്മളും നമ്മുടെ ജീവിതങ്ങളെ വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടെ സൂക്ഷിക്കേണ്ടത് ഏറ്റവും അത്യന്ത അപേക്ഷിതമാണെന്ന ഈ സ്വത്രം പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് ആലോചന പറയുകയാണ്. നോക്കുക, അടുത്ത് പറയുന്നു സ്നേഹം. സ്നേഹമാണ് ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഘടകം. യേശു, ഞാൻ നേരത്തെ കഴിഞ്ഞ മെസ്സേജിൽ പറഞ്ഞു, യേശു ഈ ലോകത്തിലേക്ക് വന്നത് പാപത്തെ വെറുത്ത് പാപികളെ സ്നേഹിപ്പാൻ. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ പാപങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, കുറവുകൾ വരും. യേശു പറയുന്നു, ഞാൻ പാപത്തെ വെറുത്ത് ഭാവിയെ സ്നേഹിപ്പാൻ. നമുക്ക് ക്ഷമിപ്പാൻ കഴിവില്ലാത്തതായി ഈ ലോകത്തിലൊന്നുമില്ല സഹോദരങ്ങളെ. ഓ കർത്താവ് നമുക്ക് വേണ്ടി അവൻ്റെ ഓരോ തുള്ളി രക്തവും നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി അവൻ തൻ്റെ നെല്ലി പലക വരെ ഹല്ലേലൂയ കണ്ടല്ല ആളല്ലെന്ന് തോന്നുമാറ് വിധം അവൻ്റെ ശരീരത്തെ വികൃതമാക്കി രോമം കത്തിരിക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിൽപ്പാൻ തക്കവണ്ണം ഇടയായി. എന്തിനു വേണ്ടി? നമ്മളെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ്. ലോകത്തിൽ പരസ്പരം നമുക്ക് ക്ഷമിക്കാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെയില്ല. ഇവിടെ പറയുന്നത് സ്നേഹം നമുക്ക് ഉണ്ടായിരിക്കണമെന്നാണ്. തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ അവിടെ വ്യക്തമായി രേഖപ്പെടുത്തുന്ന അഞ്ചാമത്തെ കാര്യം സ്നേഹം നമുക്കുണ്ടായിരിക്കണം. സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വേദപുസ്തകത്തിൽ പറയുന്നു, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹമോ അതിൽ ഏറ്റവും വലുത് സ്നേഹം തന്നെയാണ്. യേശു സ്നേഹിക്കുന്ന മക്കളാണ്. യേശുവിനെ സ്നേഹിക്കുന്ന മക്കളായി നിങ്ങൾ ഞാനും തീരേണ്ടത് ആവശ്യമാണ്. ആമേൻ. വേദപുസ്തകത്തിൽ പറയുന്നു, ദൈവം സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത് ആരുടെ കണ്ണ് കണ്ടിട്ടില്ല സഹോദര, ആരുടെ ചെവി കേട്ടിട്ടില്ല. ദൈവ സ്നേഹത്തെ ആരൊക്കെ പിടിച്ചു പറ്റുന്നുവോ അവരെല്ലാം ദൈവ സ്നേഹത്തിൽ ജയാളിയായി നടക്കും. അതിന് മാറ്റമില്ല. ദൈവം സ്നേഹിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം കൊടുക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ഉപവസിച്ചാൽ, ദൈവത്തെ സ്നേഹിക്കുന്നവൻ ഭവനം വിട്ടിറങ്ങി ഭവനത്തിനകത്ത് വരുന്നത് വരെ അവനെ പ്രൊട്ടക്ഷനായി യേശു കർത്താവ് തന്റെ ദൂതന്മാരെ കാവലേക്ക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഹല്ലേലൂയ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായത്രേ അവൻ നൽകുന്നത്, നന്മയ്ക്കായത്രേ വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ.
ഈ കർത്തൃ ദിവസത്തിന്റെ പ്രഭാതത്തിൽ ദൈവമക്കളോട് ഞാൻ പറയുക, ദൈവത്തിന്റെ സ്നേഹം നമ്മൾ പിടിച്ചു പറ്റണം. ദൈവത്തിന്റെ സ്നേഹം നമ്മൾ പിടിച്ചു പറ്റിയാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിപ്പാനായി കഴിയൂ, മറ്റുള്ളവരെ നമുക്ക് ആദരിക്കാനായി കഴിയൂ, മറ്റുള്ളവരെ നമുക്ക് സ്നേഹിപ്പാനായി കഴിയൂ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. അടുത്ത 6-ാമതായി പറയുന്നു ക്ഷമ. ഹല്ലേലൂയ. ക്ഷമ, സ്നേഹം, ഇതിലെല്ലാത്തിലും പ്രധാനം വിശ്വസ്തത, സ്നേഹം. അടുത്ത് പറയുന്നു ക്ഷമ. ഒരു കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും പ്രാധാന്യതയാണ് ആമേ സ്വത്രം, വിശ്വസ്തത, സ്നേഹം. ആമേ പ്രിയ ദൈവവൈതലേ, ക്ഷമ. ക്ഷമയില്ലെങ്കിൽ ഒന്നുമില്ല. ക്ഷമയില്ലാതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് ജീവിതത്തിൽ ഭയങ്കരമായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമാണ്. ക്ഷമിക്കാത്ത ഒറ്റ കാരണം കൊണ്ട് ഇന്ന് അനവധി കുടുംബങ്ങൾ തകർന്നുടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു, ആമേൻ സ്തോത്രം, നാം 6-ാമതായി ക്ഷമയുള്ളവരായി തീരണം. ആമേൻ. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി. നമുക്ക് ആ ദൂത്, ഓ ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന, ദൈവത്തിന്റെ മനുഷ്യരായിരിക്കുന്ന നമ്മളെല്ലാവരും, ആമേൻ സ്തോത്രം, അത് വിട്ടോടി. നീതി, ഓ ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ. ക്ഷമ നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അവൻ ആ ക്ഷമയുടെ മാതൃക നമുക്ക് കാണിച്ചു തന്നു. ഹല്ലേലൂയ. ആ ദൈവത്തിന് ക്ഷമയില്ലാതിരുന്നെങ്കിൽ, ആ ദൈവത്തിന് എല്ലാം സഹിപ്പാനുള്ള ക്ഷമ എന്ന ആ 3 അക്ഷരം തൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു എങ്കിൽ, പിതാവ് കൊടുത്ത ആത്മാവിനകത്തില്ലായിരുന്നു എങ്കിൽ, കാൽവാരി കുലക്കളത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെടാൻ എൻ്റെ യേശുവിന് കഴിവില്ലായിരുന്നു. പ്രിയ ദൈവമക്കളെ, അവൻ ക്ഷമയുടെ നെല്ലിപ്പലക വരെ ഗോൽഗത്തായി നമുക്ക് വേണ്ടി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ വരുന്ന പാപങ്ങൾ, കുറവുകൾ എല്ലാം നമുക്ക് ക്ഷമിച്ചുകൊണ്ട് ആ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം കഴിയണം എന്ന് ഞാൻ ദൈവാത്മാവിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനമായി പറയുന്നു സൗമ്യത. സൗമ്യത, താഴ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു. ആമേ. തന്നെ താഴ്ത്തുന്നവനെ ഉയർത്തുന്നവനെ ദൈവം താഴ്ത്തുമെന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ വേദപുസ്തകം പറയുന്നു. ആയതുകൊണ്ട് ഈ അന്ത്യകാലഘട്ടത്തിൽ ആമേ സ്വദ്രം ചിലതിനെ നമ്മൾ വിട്ടിട്ട്, ആമേ ചിലതിനെ നമ്മൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഇത് വിട്ടോടി ആമേ നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയിൽ നമ്മുടെ ജീവിതങ്ങളെ 2025 ആമേ ഈ പറഞ്ഞ 7 കാര്യങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് 25 നമ്മുടെ ജീവിതങ്ങളെ ദൈവം മുമ്പാകെ സമർപ്പിച്ച് അങ്ങനെയുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അതിനായിട്ട് കൃപ ചെയ്യട്ടെ എന്ന് ദൈവനാമത്തിൽ ഞാൻ ആശംസിക്കുന്നു. ആമേൻ. ഒരിക്കലും ക്ഷമയില്ലെങ്കിൽ നമുക്ക് ജീവിതം മുൻപോട്ട് പോകുവാനായിട്ട് കഴിയത്തില്ല. സ്നേഹമില്ലെങ്കിൽ മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. സൗമ്യതയില്ലെങ്കിൽ മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. വിശ്വാസമില്ലെങ്കിൽ മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. അതേ ദൈവഭക്തിയില്ലെങ്കിൽ അതേ മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയത്തില്ല. നീതിപ്രവർത്തികൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾക്ക് ദൈവരാജ്യത്തിൽ ആമേൻ വളരെ ആ നീതിപ്രവർത്തികൾ ചെയ്തില്ലെങ്കിൽ ദൈവമായിട്ടുള്ള ആ കണക്ഷൻ നമുക്ക് നഷ്ടമായി പോകും. അതുകൊണ്ട് ഈ പറഞ്ഞ പ്രിയ ദൈവമക്കളെ 8 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ദൈവം നമ്മളുമായിട്ടുള്ള ആത്മീക ബന്ധത്തിൽ മുൻപോട്ട് പോകുവാൻ ഈ 2025 സർവകൃപാലുവായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൃപ ചെയ്യട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഈ ശ്രേഷ്ഠമായ ഈ നല്ല കർത്തൃ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. ദൈവത്തിൻ്റെ മക്കൾ എപ്രകാരമായിരിക്കണം, അവരുടെ സ്വഭാവങ്ങൾ എപ്രകാരമായിരിക്കണം എന്നതിനെക്കുറിച്ച് 8 കാര്യങ്ങൾ ഞങ്ങളെ അങ്ങ് പഠിപ്പിച്ച കൃപയ്ക്കായിട്ട് നന്ദി അപ്പാ. ഈ 2025 ഇങ്ങനെയുള്ള ഒരു ജീവിതം കാഴ്ചവെച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ എല്ലാവിടുത്തെ മക്കളെയും ദൈവം സഹായിക്കണം. അവരെ ദൈവം അതിനായിട്ട് ഒരുക്കണം. കർത്താവെ, കേൾപ്പിച്ച വചനം പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമാക്കി ദൈവം തീർത്തിരിക്കൊണ്ട് സ്തോത്രം. അവരെ ബലപ്പെടുത്തി ശക്തീകരിച്ചിരിക്കായി നന്ദി. എല്ലാ മഹത്വം അവിടത്തേക്ക്, എല്ലാ പുകഴ്ച അവിടത്തേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചിരിക്കൊണ്ട് നന്ദി. മഹത്വം അവിടത്തേക്ക് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ കൃപയോടെ കേട്ട് അനുഗ്രഹിക്കും സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
അനുഗ്രഹിക്കപ്പെട്ട ഈ കർത്തൃ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവജനം പഠിക്കാൻ ദൈവം സഹായിച്ചു. തുടർന്നും ഇനി സ്തോത്രം ഒരാഴ്ചകൾക്ക് ശേഷം നമ്മൾ ഒരുമിച്ച് കൂടി വരും വരെയും ദൈവം നമ്മളെല്ലാവരെയും ഉള്ളംകരത്തിൽ വഹിക്കട്ടെ. ഇതിനെ കേട്ട് എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണം. നിങ്ങളുടെ ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബിലെ നമ്പറുണ്ട്. നിങ്ങൾ ആ നമ്പറിൽ നിങ്ങളുടെ വിഷയങ്ങളെ എഴുതി അറിയിക്കുകയോ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 2024 അനവധി വിഷയങ്ങൾ ദൈവം അനുഗ്രഹിപ്പനിടയായി പല സ്തോത്രം സ്ഥലങ്ങളിലും വിദൂര സ്ഥലങ്ങളിലൊക്കെ കർത്താവിനെ ശുശ്രൂഷിപ്പാനൊക്കെ ദൈവം സഹായിച്ചു. ഗോഡ് ബ്ലസ് യു.